പ്രത്യേകിച്ച് ഈ ഹമാസുമായി ബന്ധപ്പെട്ട ഗാസയിലോ പലസ്തീനിലോ അറേബ്യൻ രാജ്യത്ത് പോകുമ്പോൾ, കാരണം മോണിറ്ററിങ് ബേസിൽ മാത്രമേ ഇരിക്കുമല്ല, ഒരു സ്ഥിരം പെട്രോളിങ് നടത്തി ഒരു വെപ്പൺസ് താഴെ വെച്ച്, കാരണം അവിടെ എപ്പോഴും സൂയിസൈഡ്, കാരണം അതൊരു സൂയിസൈഡ് അറ്റാക്കൊക്കെ ഉണ്ടാകാനുള്ള വലിയ പോസിബിലിറ്റി ഉണ്ട്. ഇവരെ ഫയർ ചെയ്യാം. നിങ്ങൾ കണ്ട ഇസ്രായേലി ഫോഴ്സിൻ്റെ അടുത്ത് അവിടുത്തെ സ്ത്രീകൾ ഈ പറയുന്ന കറുപ്പും ഇട്ട് ബോംബ് വെച്ച് അവരെ ഫയർ ചെയ്യുമോ? അല്ല, വേറെ പട്ടാളത്തിന് വേറെ വഴിയൊന്നുമില്ല, അവർ ചെക്ക് ചെയ്യാൻ പറ്റും. അവരെ ഏത് രീതിയിലുള്ള ബോംബാണെന്നെങ്ങനെ അറിയാൻ പറ്റും? ഇറാഖ് എടുത്തു നോക്കുക, ബാഗ്ദാദിൽ അതേപോലെ തന്നെ അമേരിക്കൻ ഫോഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ പല മോണിറ്ററിങ്ങും പരിപാടിയൊക്കെ നടത്തി അവസാനം ഗത്യന്തരമില്ല ഫയർ ചെയ്യേണ്ടി വന്നു, ശരിക്കും വെടിവെക്കേണ്ടി വന്നു. എത്രയോ പേരെ കൊല്ലപ്പെട്ടു. അതിൻ്റെ പാർട്ടായിട്ട് അമേരിക്കയിൽ മൂവി ഇറങ്ങിയില്ലേ, അമേരിക്കൻ സ്നൈപ്പർ എന്നും പറഞ്ഞിട്ട് വലിയ ഹിറ്റായ മൂവിയല്ലേ. അല്ല, ഞാനിപ്പോൾ ഓരോ ഇൻസിഡൻറ്റ് വെച്ച് പറയുക. അതായത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൊടുത്ത അവരുടെ ഒരു അച്ചീവ്മെൻ്റാണ് അമേരിക്കൻ ഫോഴ്സ് അവിടെ വരുന്നത്. അതോടുകൂടി അമേരിക്ക ഇവരുമായിട്ട് ഡയറക്റ്റ് അറ്റാക്കായി. അതായത് പാലസ്തീൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഫ്രാൻസും ബ്രിട്ടനും ഇവരൊക്കെ പാലസ്തീൻ ഉണ്ടാവുന്നത് ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഇല്ലാതാക്കാനുള്ള കെണിയാണ്. കാരണം അമേരിക്ക ഇത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളൊന്നും മിണ്ടത്തില്ല, അറേബ്യൻ രാജ്യങ്ങളും സൈലൻ്റ് ആയിപ്പോൾ പെട്ടുപോകുന്ന ഖത്തർ